السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 146-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനെ അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 146-ാമത്തെ പേജ് പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا هذه أنعام وحرث حجر لا يطعمها إلا من نشاء بزعمهم وأنعام حرمت ظهورها وأنعام لا يذكرون اسم الله عليها افتراء عليه سيجزيهم بما كانوا يفترون. وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء سيجزيهم وصفهم إنه حكيم عليم. قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله افتراء على الله قد ضلوا وما كانوا مهتدين. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. ومن الأنعام حمولة وفرشا كلوا مما رزقكم الله ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 146-ാമത്തെ പേജ്, അതായത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ 138 മുതൽ 142 വരെയുള്ള 5 ആയത്തുകൾ ആണ് നമ്മൾ ഓതിയത്. 8-ാമത്തെ ജുസിലെ 146-ാം പേജ്. മക്കയിലെ മുശ്രിക്കുകളുടെ ചില വേണ്ടാത്തരങ്ങളുടെ ഉദാഹരണങ്ങളാണ് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിംബങ്ങൾ അള്ളാഹുവിന്റെ പങ്കുകാരാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ അടിസ്ഥാനത്തിൽ അള്ളാഹു സൃഷ്ടിച്ച കൃഷി, കന്നുകാലികൾ, ഇവയിൽ നിന്ന് ഒരംശം അള്ളാഹുവിനും ഒരംശം തങ്ങളുടെ ബിംബങ്ങൾക്കും അവർ നീക്കിവെക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്വന്തം പെൺകുട്ടികളെ വധിക്കുക, അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുക, ഇത്ര ആൺമക്കൾ ജനിച്ചാൽ ഒരാളെ ബലിയെറുക്കുക, ദാരിദ്ര്യം, അപമാനം, പ്രാരാബ്ദം, ഇതൊക്കെ പേടിച്ചിട്ടും മറ്റുമാണ് അവരിങ്ങനെ ചെയ്തിരുന്നത്. അത് നല്ല പണിയാണ് എന്ന് പിശാച് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അവരുടെ വിഡ്ഢിത്തരവും ദുഷിച്ച ചിന്താഗതികളും മനസ്സിലാക്കി തരാൻ മറ്റു ചില കാര്യങ്ങളാണ് പറയുന്നത്. അവർ സ്വയം തീരുമാനിച്ച് ആചരിച്ചു വന്നിരുന്ന ചില മോശം സമ്പ്രദായങ്ങൾ. 3 കാര്യങ്ങളാണ് ഇനി നമ്മൾ ഒന്നാമതായി പഠിക്കുന്ന 138-ാമത്തെ ആയത്തിലുള്ളത്. ഒന്ന്, കാലികൾ, അതേപോലെ തന്നെ ധാന്യ
വിളകൾ അല്ലെങ്കിൽ ധാന്യ ഉൽപ്പന്നങ്ങൾ, ഇവയിൽ നിന്ന് ഒരു ഭാഗം ബിംബങ്ങൾക്കായി അവർ നീക്കിവെക്കും. ബിംബങ്ങളുടെ പൂജാരിമാരും പുരുഷന്മാരും അല്ലാതെ അത് തിന്നാൻ പാടില്ല എന്നായിരുന്നു തീരുമാനം. പൊതുവായത് ഉപയോഗിക്കാൻ പാടില്ല. അവർ ഉദ്ദേശിക്കുന്ന ആളുകൾക്കല്ലാതെ, അതായത് പൂജാരിമാരും പുരുഷന്മാരും മാത്രം, അവർക്ക് മാത്രം തിന്നാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തത്, പുറത്തു കയറി സവാരി ചെയ്യാൻ പാടില്ല എന്ന് നിശ്ചയിച്ച് ചില കാലികളെ ദൈവങ്ങൾക്ക് വേണ്ടി വഴിപാടാക്കും. ഇത് ബിംബങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിരുന്ന ബഹീറ, സാഹിബ തുടങ്ങിയ പേരുകൾ അറിയപ്പെട്ടിരുന്ന കാലികളുടെ മുകളിൽ അവർ കയറി സവാരി ചെയ്യുകയോ സാധനം കയറ്റുകയോ ഒന്നും ചെയ്യുകയില്ലായിരുന്നു. ബിംബങ്ങൾക്ക് വഴിപാടാണ്, നമ്മൾ മാറ്റി നിർത്തി. മൂന്നാമതായി, ഇങ്ങനെ ബിംബങ്ങൾക്കായി വഴിപാട് നേർന്നിരുന്ന കാലികളെ അറുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പേര് പറയൂല, പകരം ആ ബിംബങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് അറുത്തിരുന്നത്. എന്നിട്ട് അവരെന്താ പറയാൻ നേരം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചതനുസരിച്ചാണ്. അള്ളാഹു തആല പറയാണ്, ഞാൻ അങ്ങനെ കൽപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ ഈ പറയുന്നത് കള്ള ആരോപണമാണല്ലോ, ഇതിന് തക്ക പ്രതിഫലം ഞാൻ തരിക തന്നെ ചെയ്യും. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലു ഹാദിഹി അൻആമു വഹർസുൻ ഹിജ്ർ ലാ യത്അമുഹാ ഇല്ലാ മൻ നശാഉ ബിസഅമിഹിം വഅൻആമുൻ ഹുർരിമത് ളുഹൂറുഹാ വഅൻആമുൻ ലാ യദ്കുറൂന ഇസ്മല്ലാഹി അലൈഹാ ഇഫ്തിറാഅൻ അലൈഹി ഫയജ്സീഹിം ബിമാ കാനൂ യഫ്തറൂൻ. വഖാലു, അവർ പറയുകയും ചെയ്തു, അവർ വെറുതെ തട്ടിവിടുകയും ചെയ്തു, വാദിക്കുകയും ചെയ്തു. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. എന്താണ് അവർ പറഞ്ഞത്? ഹാദിഹി, ഇത്, അൻആമുൻ, ചില കാലികളാണ്, വഹർസുൻ, കൃഷിയുമാണ്, ഹിജ്റുൻ, നിഷിദ്ധമായ, ഇത് നിഷിദ്ധമായ കൃഷി ഉൽപ്പന്നങ്ങളാണ്, ഇത് നിഷിദ്ധമായ കാലികളാണ് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അവരതിനെ ബിംബങ്ങൾക്ക് വേണ്ടി വഴിപാടാക്കി മാറ്റിവെക്കുകയാണ്. അതാണ് ഹിജ്റുൻ എന്ന് പറഞ്ഞത്, നിഷിദ്ധമാണ്. ലാ യത്അമുഹാ, അത് അതിനെ ഭക്ഷിക്കുകയില്ല, ഇല്ലാ മൻ നശാഉ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒഴികെ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ലാതെ ഇത് ഭക്ഷിക്കുന്നതല്ല, നമ്മൾ ഉദ്ദേശിച്ചവർ മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂജാരികളും ആണുങ്ങളും. ബിസഅമിഹിം, അവരുടെ സ്വന്തം വാദപ്രകാരം അവരങ്ങനെ പറയുന്നു. അത് അവരുടെ വാദമാണ്. എന്നിട്ട് പറയാം അല്ലാഹു തആല പറഞ്ഞതാണെന്ന് കൂടെ പറയും ചെയ്യും. അപ്പൊ അവരുടെ വാദപ്രകാരം നമ്മളല്ലാതെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ലാതെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന, നിഷിദ്ധമാക്കുന്ന ചില കാലികളും, അൻആമുൻ, കാലികളും, വഹർസുൻ, കൃഷികളും അവർക്കുണ്ട്. അവർ പറയും ഇത് അങ്ങനെയാണ്, ഇതെങ്ങനെയാണെന്ന് പറയും, മാറ്റി നിർത്തുക. അതേപോലെ തന്നെ വേറെ ചില കാലികൾ, അൻആമുൻ, അവർ പറയും ഇത് ചില കാലികളാണ്, ചില മൃഗങ്ങളാണ്, ഹുർരിമത്, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ളുഹൂറുഹ, അതിന്റെ പുറംഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് കയറി സവാരി ചെയ്യാൻ പാടില്ല, ഇതിന്റെ പുറംഭാഗം നിഷിദ്ധമാണ്. അങ്ങനെ ചില കാലികളാണ് ഇത്. അങ്ങനെ ഒരു തരം തിരിവ്. അതേപോലെ തന്നെ മറ്റു ചില കാലികൾ, വൻആമുൻ, ചില മൃഗങ്ങളും, ലാ യദ്കുറൂന, അവർ പറയുകയില്ല, ഇസ്മല്ലാഹി, അള്ളാഹുവിന്റെ പേര് അതിന്മേൽ പറയുകയില്ല എന്ന് പറഞ്ഞാൽ അതിനറുക്കുന്ന സമയത്ത് അള്ളാഹിന്റെ പേര് പറയില്ല. ഏത് ബിംബങ്ങൾക്കാണ് വഴിപാടാക്കിയത് ആ ബിംബത്തിന്റെ പേര് വന്നിട്ട് നറുക്കുക. ഇങ്ങനെ ഇത് ഇന്ന മൃഗങ്ങളാണ്, ഇന്ന കൃഷിയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ വാദപ്രകാരം അവർ തരംതിരിവ് നടത്തുന്നു. ഇഫ്തിറാഅൻ അലൈഹി, അള്ളാഹുവിന്റെ മേൽ പച്ച നുണ ആരോപിക്കുകയാണിത്. ഇഫ്തിറാഅൻ അലൈഹി, അള്ളാഹുവിന്മേൽ വ്യാജം ചമക്കുകയാണവർ. അള്ളാഹുവിന്റെ മേൽ വ്യാജമായിട്ട് ആണ് അവരിതൊക്കെ പറയുന്നത്. ഇഫ്തിരി എന്ന് പറഞ്ഞാൽ വ്യാജം കെട്ടിച്ചമച്ചു. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, ഫയജ്സീഹിം, പിന്നീട് അവൻ അവർക്ക് പ്രതിഫലം നൽകും, ബിമാ കാനൂ യഫ്തറൂൻ, അവരിങ്ങനെ കെട്ടിച്ചമച്ചതിന്റെ പ്രതിഫലം അവർക്ക് നൽകുന്നതാണ്. ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ്, നുണ പറഞ്ഞുണ്ടാക്കി, ആരോപണം പറഞ്ഞുണ്ടാക്കിയതിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് പിന്നീട് നൽകുന്നതാണ്. ലാ യത്അമുഹാ ഇല്ലാ മൻ നശാഉ, നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ലാതെ അതിന്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ പൂജാരികൾ, പുരോഹിതന്മാര്, അതേപോലെ ആണുങ്ങൾ നേരത്തെ പറഞ്ഞതുണ്ട്. ഇനി നമ്മൾ 139 ആയത്തിലേക്ക് കടക്കുന്നു. അവരുടെ മറ്റൊരു വ്യാജ ആരോപണമാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. എന്താണെന്നറിയോ? നാലാമത്തെ ഒരു വിഷയം. അതായത് നമ്മൾ നേരത്തെ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇനി നാലാമത്തെ ഒരു കാര്യം പറയുന്നു. വഴിപാട് നേർന്ന കാലികളുടെ വയറ്റിലുള്ള പാല് കുട്ടി, ആ മൃഗങ്ങളുടെ അകത്തുള്ള പാല്, ആ മൃഗങ്ങളുടെ വയറ്റിലുള്ള കുട്ടി, ഇത് പുരുഷന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഒരു തരം തിരിവ്. നാലാമത്തെ വിഷയം അതാണ്.
ഇനി ആ കുട്ടി ഇനി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ജീവനില്ല നോക്കുക. വയറ്റിലുണ്ടായിരുന്നു, പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ജീവനില്ല എങ്കിൽ അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അത് ഉപയോഗിക്കാം. അതും അള്ളാഹുവിന്റെ കൽപ്പനയാണ്, തട്ടിവിടും അവർ. അള്ളാഹു പറയുന്നു, ഇതും വ്യാജ ആരോപണം മാത്രമാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്തരം കാലികളുടെ ഗർഭത്തിലുള്ള കുട്ടി ജനിച്ചാൽ അതിന് ജീവൻ ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, സ്ത്രീകൾക്ക് പാടില്ല. പാലും അങ്ങനെ തന്നെ, ആണുങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ജനിക്കുമ്പോ കുട്ടിക്ക് ജീവനില്ലാത്ത പക്ഷം ആണിനും പെണ്ണിനും തിന്നാം. ഇതൊക്കെ അള്ളാഹുവിന്റെ പേരിൽ വെച്ച് കിട്ടിയ ദുരാചാരങ്ങളാണ്. എല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തക്ക ശിക്ഷാ നടപടി എടുക്കാതെ വിടുകയും ഇല്ല എന്നൊക്കെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. നോക്കൂ 139 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലു മാ ഫീ ബുതൂനി ഹാദിഹിൽ അൻആം ഖാലിസത്തുൻ ലിദുകൂരിനാ വമുഹറമുൻ അലാ അസ്വാജിനാ വഇൻ യകും മൈതതൻ ഫഹും ഫീഹി ശുറകാ സയജ്സീഹിം വസ്ഫഹും ഇന്നഹു ഹകീമുൻ അലീം. വഖാലു, അവർ പറയുകയും ചെയ്തു, മാ ഫീ ബുതൂനി ഹാദിഹിൽ അൻആമി, ഈ കാലികളുടെ വയറ്റിലുള്ളത്, ഖാലിസത്തുൻ, ചില കാലികളെ സ്പെഷ്യലായി മാറ്റി നിർത്തിയിട്ട് വഴിപാട് നിർത്തിയിട്ട് പറയാണ്, ഈ കാലികളുടെ വയറ്റിലുള്ളത് ഖാലിസത്തുൻ, അത് മാത്രമാണ് ലിദുകൂരിന, ഞങ്ങളിലെ ആണുങ്ങൾക്ക് മാത്രം. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആണുങ്ങൾക്ക് മാത്രമേ എൻ്റെ വയറ്റിലുള്ളതിന് തിന്നാൻ പറ്റുള്ളൂ. വമുഹറമുൻ, അത് നിഷിദ്ധമാണ്, അലാ അസ്വാജിന, ഞങ്ങളുടെ സ്ത്രീകൾക്ക്, ഞങ്ങളുടെ ഇണകൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്ക് അത് നിഷിദ്ധമാണ്, ഞങ്ങൾക്കത് ഖാലിസ, ഞങ്ങൾക്ക് മാത്രമാണത് അനുവദനീയമായത്, ഈ കാലികളുടെ വയറ്റിലുള്ളത് കുട്ടി എന്നർത്ഥം. ഇനി വയ്യക്കും മൈത്തൻ, ഇനി ആ കുട്ടി ശവമാണെങ്കിലോ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന സമയത്ത് കുട്ടിക്ക് ജീവനില്ലാതെ നോക്കുക. എന്നാൽ ഫഹും, അവരെല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഫീഹി, അതിൽ ശുറക്കാവ്, പങ്കുകാരാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാം. ജീവനോടെയാണ് കുട്ടി പ്രസവിച്ചതെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം, അതാണ് നേരത്തെ പറഞ്ഞത്. ജീവനില്ലാതെയാണെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടുപേർക്കും ഉപയോഗിക്കാം. വെറുതെ അങ്ങോട്ട് പറയുന്നേ. സൈജുസീഹിം വസ്ഫഹും, അവരുടെ ഈ പറച്ചിലിനും അല്ലാഹു തആല പ്രതിഫലം നൽകും. പിന്നീട് അവരുടെ ഈ വ്യാജ വിവരണത്തിനും, വസ്ഫ് എന്ന് പറഞ്ഞാൽ വിവരണം, ഈ വ്യാജ വിവരണത്തിനും ഈ നുണ പറയുന്നതിനും അല്ലാഹു തആല അവർക്ക് പ്രതിഫലം നൽകും. ഇന്നഹു നിശ്ചയം അല്ലാഹു ഹകീമുൻ, അവൻ സർവജ്ഞാന, അവൻ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനാണ്. അലീമുൻ, സർവജ്ഞനും എല്ലാം അറിയുന്നവനും തന്നെയാണ്. 140 ആയത്തിലേക്ക് കിടക്കാം. ബുദ്ധിപരമായ ന്യായങ്ങളോ രേഖാമൂലമുള്ള തെളിവുകളോ ഒന്നുമില്ലാതെ അള്ളാഹു അനുഗ്രഹിച്ച് കനിഞ്ഞു നൽകിയ, ഓശാരമായി നൽകിയ സ്വന്തം മക്കളെ കൊന്നുകളയുകയും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാലികൾ, കൃഷികൾ തുടങ്ങിയ സ്വത്തുക്കളെ സ്വയം നിഷിദ്ധമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന്റെ പേരിൽ തനി കള്ളം പറഞ്ഞുണ്ടാക്കിയാണ് ഇത് ചെയ്യുന്നത്. ഇതുവഴി അവർ അവർക്ക് തന്നെ തീരാ നഷ്ടം വരുത്തുകയാണ് എന്നാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. മക്കളെ നൽകുന്നത് അള്ളാഹുവാണ്. കൃഷി, അതേപോലെ തന്നെ കാലികൾ തുടങ്ങിയ സമ്പത്ത് നൽകുന്നത് അള്ളാഹുവാണ്. അതൊക്കെ അവന്റെ അനുഗ്രഹമാണ്. എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതും റബ്ബ് തന്നെയാണ്. അപ്പൊ ആ ഭക്ഷണം ഉണ്ടാകുമോ ഇല്ല എന്ന് പേടിച്ച്, ദാരിദ്ര്യം പേടിച്ച് സ്വന്തം മക്കളെ കൊന്നുകളയുന്നത് ശരിയായ അറിവില്ലാത്തതിന്റെ കാരണമാണ്, പരമവിഡ്ഢിത്തത്തിന്റെ തെളിവാണത്. ദാരിദ്ര്യം പേടിച്ചിട്ട് സന്താന നിയന്ത്രണം നടപ്പിലാക്കുന്നതൊക്കെ തനി വിഡ്ഢിത്തമാണ് എന്ന് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആൾക്ക് മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് പല രാജ്യങ്ങളും ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുമ്പേ ചിന്തിച്ചിരുന്നു പലരും. സന്താന നിയന്ത്രണം, ദാരിദ്ര്യം ഭയന്നിട്ട് അങ്ങനെ മുമ്പേ ആ സന്താന നിയന്ത്രണം രാജ്യങ്ങളിൽ നടപ്പാക്കിയവർ പിന്നീട് ഖേദിക്കേണ്ടി വന്നു. ചെറുപ്പക്കാർ കിട്ടാതെയായി. പല സംഗതികളിലും പല കാര്യങ്ങൾക്കും ആ നാടിന് വേണ്ട യുവാക്കളുടെ സമ്പത്ത് കുറഞ്ഞു വന്നു. കാരണം കുട്ടികളുണ്ടാകുന്നില്ല. പിന്നീട് അവർ അതിന് നിയമങ്ങൾ വെച്ച് ഓരോരുത്തർക്കും ഇത്ര സന്താനമെങ്കിലും ഉണ്ടാവണമെന്ന് പറഞ്ഞ നിയമങ്ങൾ വെച്ചു നിരവധി രാജ്യങ്ങൾ. ഈ സന്താന നിയന്ത്രണം എന്നത് അത് ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുന്നൊരു വകുപ്പൊന്നുമല്ല. അള്ളാഹു തആല എല്ലാവർക്കുമുള്ള ഭക്ഷണം ഏറ്റെടുത്തതാണ്. അള്ളാഹു ദുനിയാവിൽ അത് ഇറക്കിക്കൊണ്ടേയിരിക്കും. അത് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഇറക്കും. പിന്നെ ചിലർക്ക് കുറവ്, ചിലർക്ക് കൂടുതൽ. അതിന് മറ്റു ചില ഹിക്മത്തുകളാണ് പിന്നിൽ. അതേപോലെ തന്നെ പാവപ്പെട്ടവന്റെ അവകാശങ്ങളൊക്കെ കവർന്നെടുക്കുന്ന മുതലാളിമാർ ഇപ്പുറത്തുണ്ട്. അതുകൊണ്ടാണ് വിഭവങ്ങൾ തികയാത്തതിന്, വിഭവങ്ങൾ ചിലർക്ക് കിട്ടുന്നതും ചിലർക്ക് കിട്ടാത്തതും. ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. ഒന്ന് രണ്ട് കാരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ മക്കക്കാരായ ആളുകളുടെ പ്രധാന സമ്പത്തായിരുന്നു കാലികൾ, ആട്, മാട്, ഒട്ടകമൊക്കെ.
അപ്പൊ ഇതൊക്കെ അള്ളാഹുത്താല അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത് അത് അറുത്ത് തിന്നാനും അതുപോലെ തന്നെ അതിന്റെ പുറത്തു കയറി യാത്ര ചെയ്യാനും മറ്റു ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ആ ഉപയോഗം തന്നിഷ്ടപ്രകാരം നിഷിദ്ധമാക്കുക എന്ന ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തത്. അത് അജ്ഞതയാണ്, വിഡ്ഢിത്തരമാണ്. അതിന്റെ ഫലമോ രണ്ടു ലോകവും നഷ്ടപ്പെടുക എന്നത്. നോക്കൂ 140-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് ഖസറ അല്ലദീന ഖതലൂ ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽം വഹറമു മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ് ഖദ് ളല്ലൂ വമാ കാനൂ മുഹ്തദീൻ. ഖദ് ഖസറ, നിശ്ചയമായും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, പരാജിതരായിട്ടുണ്ട്. ആര്? അല്ലദീന, ഒരു വിഭാഗം ആളുകൾ, ഖതലൂ, അവർ കൊന്നുകളഞ്ഞു, ഔലാദഹും, അവരുടെ സ്വന്തം മക്കളെ, സഫഹൻ, മൗഢ്യം കാരണമായി, വെഡ്ഡിത്തരമായി, ബിഗൈരി ഇൽമിൻ, യാതൊരു ബോധവുമില്ലാതെ, യാതൊരു വിവരവുമില്ലാതെ, മൗഢ്യം കാരണമായി സ്വന്തം മക്കളെ വധിച്ചു കളഞ്ഞ ആ ആളുകൾ ഖദ് ഖസിറ, അവർ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു. പിന്നെന്താണ് അവർ ചെയ്തത്? വഹറമു, നിഷിദ്ധമാക്കുകയും ചെയ്ത ഒരു വിഭാഗം, മാ റസഖഹുമുല്ലാഹ്, അള്ളാഹു അവർക്ക് കനിഞ്ഞു നൽകിയ സമ്പത്തുക്കളായ കൃഷി, കാലികൾ പോലെയുള്ള സമ്പത്തുക്കളൊക്കെ നിഷിദ്ധമാക്കുകയും സ്വന്തം മക്കളെ ഒരു വിവരവും ബോധവുമില്ലാതെ കൊന്നുകളയും ചെയ്ത ആളുകൾ പരാജിതരായിരിക്കുന്നു. എന്താണ് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇഫ്തിറാഅൻ അലല്ലാഹ്, അള്ളാഹുവിന്മേൽ വ്യാജം കെട്ടിച്ചുമത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ പരാജിതരായിരിക്കുന്നു. അത് ളല്ലൂ, അവർ വഴിപിഴച്ചു പോകുക തന്നെ ചെയ്തിരിക്കുന്നു. വമാ കാനൂ മുഹ്തദീൻ, അവർ നേർവഴി പ്രാപിച്ചവരായതും ഇല്ല. അവർ അവർക്ക് തന്നെ തീരാ നഷ്ടം വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ ദുനിയാവിൽ നഷ്ടം വ്യക്തമാണ്. എന്താ? തങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കേണ്ട, അല്ലേ, അത് രണ്ടും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഏത് രണ്ടും? മക്കളും അള്ളാഹു നൽകിയ സമ്പത്തും. മക്കളെ കൊന്നാൽ ആ മക്കളെ അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അള്ളാഹു കനിഞ്ഞു നൽകിയ ഈ സമ്പത്തൊക്കെ സ്വയം നിഷിദ്ധമാക്കിയാൽ അതും ഉപയോഗിക്കാൻ പറ്റാതെ അത് നഷ്ടമാണ്. അപ്പൊ ഈ ലോകത്തുള്ള നഷ്ടം വ്യക്തമാണ്. പരലോകത്തോ സകല രക്ഷാമാർഗങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ മേൽ പച്ചക്കള്ളം പറഞ്ഞ് കെട്ടിച്ചമറ്റ് പറഞ്ഞു പരത്തുകയല്ലേ അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അർഹരാകുകയും ചെയ്യും. അപ്പൊ രണ്ടു ലോകവും നഷ്ടപ്പെടുകയാണ് അത്തരം പണികൾ എടുത്തതുകൊണ്ട് അവർക്കുണ്ടായ നേട്ടം എന്നർത്ഥം. അത് ളല്ലൂ വമാ കാനൂ മുഹ്തദീൻ, അവർ വഴിപിഴച്ചു പോയി, അവർ നേർമാർഗം പ്രാപിക്കുന്നവരുമായിരുന്നില്ല. എന്നാൽ അറബികളുടെ ഇത്തരം വിഷയങ്ങളിലുള്ള അജ്ഞതയുടെ ആഴമറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ആയത്ത് നോക്കട്ടെ, അല്ലെങ്കിൽ ഈ വചനം ഓതിക്കൊള്ളട്ടെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഏത്? ഖദ് ഖസറ അല്ലദീന ഖതലൂ എന്ന് പറയുന്ന ആയത്ത്, അവരുടെ ആ മൗഢ്യത്തിന്റെ ആഴം എത്രയാണെന്നറിയാൻ ഈ ആയത്ത് അവൻ നോക്കട്ടെ എന്ന്. 141-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ധാന്യങ്ങളെയും കാലികളെയും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഹറാം ഹലാൽ എന്നിങ്ങനെ രണ്ടാക്കി ഭാഗിച്ച മക്ക മുശ്രിക്കുകളുടെ നടപടി ആക്ഷേപിക്കുകയായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തത്, അള്ളാഹു ഇതുവരെ ചെയ്തത്. ഇനി അവയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്നും അത് തിന്നാൻ അവൻ അനുവദിച്ചിട്ടുണ്ട് എന്നും അതൊക്കെ അവൻ നിഷിദ്ധമാക്കി എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ അവർ നിഷിദ്ധമാക്കി എന്ന് പറയുന്നതിന് യാതൊരു ന്യായമില്ലെന്നും അള്ളാഹു തആല വീണ്ടും സമർത്ഥിക്കുകയാണ്. ചിലതൊക്കെ അനുവദനീയവും ചിലതൊക്കെ നിഷിദ്ധവുമാക്കി വേർതിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചിലത് ദൈവങ്ങൾക്കും ചിലത് തങ്ങൾക്കുമായി ഭാഗം വെച്ചുകൊണ്ട് ഈ മുശ്രിക്കുകൾ നടത്തുന്ന തരംതിരിവ്, അല്ലേ, വിളകൾ, കായ്ക്കനികൾ, മൃഗസമ്പത്തുകൾ തുടങ്ങിയവയൊക്കെ, ഇത്തരം സാധനങ്ങളൊക്കെ അല്ലാഹു തആല മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി, തിന്നാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ അനുഗ്രഹങ്ങളാണ്. അത് സാധുക്കൾക്ക് കൊടുക്കേണ്ട അവകാശം അതിന്റെ സമയത്ത് കൊടുത്തു തീർത്ത് ബാക്കി വരുന്നത് ദുരുപയോഗപ്പെടുത്തുകയോ ദുർവിനിയോഗം ചെയ്യുകയോ ചെയ്യാതെ ശരിയായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. അടുത്ത ആയത്ത് 141-ലും 142-ലും പറയുന്നത് ആ വിഷയമാണ്. 141-ൽ അറബികളുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്, പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ. 142-ൽ പ്രധാനമായി കാലി സമ്പത്തുകളെ കുറിച്ചാണ് പറയുന്നത്, പ്രധാന കാലി സമ്പത്തുകളെ കുറിച്ച്. 141-ൽ പറയുന്നത് നമുക്ക് നോക്കാം. 141-ൽ പറയുന്ന കാർഷിക വിളകൾ, അല്ലെങ്കിൽ അവരുടെ കാർഷിക സമ്പത്ത്, ഒന്ന്, മുന്തിരി പോലെ പന്തലിന്മേലോ അല്ലെങ്കിൽ മരത്തിന്മേലോ ഒക്കെ പടർന്ന് ഉയരത്തിൽ വളർന്നു വരുന്ന, അല്ലെങ്കിൽ നിലത്തുകൂടെയോ
സ്വന്തം തടിമരത്തിലോ ആയി വളർന്നു വരുന്ന പല ഇനം തോട്ടങ്ങൾ അള്ളാഹു തആല അവർക്ക് ഉണ്ടാക്കി കൊടുത്തു, ഉപയോഗിക്കാൻ വേണ്ടി, കഴിക്കാൻ വേണ്ടി. അതാണ് ഒന്ന്. രണ്ട്, ഗുണം, മണം, രുചി, രൂപം ഇവയിൽ പരസ്പരം വ്യത്യസ്തങ്ങളായ പലതരം ഈത്തപ്പനകളും കൃഷികളും അള്ളാഹു തആല ഉൽപ്പാദിപ്പിച്ചു കൊടുത്തു. തോട്ടങ്ങൾ എന്നാണ് അള്ളാഹു തആല ഇവിടെ ഉപയോഗിക്കുന്നത്. ജന്നാത്ത്, ഈത്തപ്പന തോട്ടവും അല്ലാത്തതുമൊക്കെ ഉൾപ്പെടുമെങ്കിലും അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്ന വിഷയം ഈത്തപ്പന തോട്ടമാണ്, അല്ലേ? അതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല ഈത്തപ്പഴത്തിന്റെ പ്രത്യേകത അത് പിഞ്ച്, ചള്ള്, മൂത്തത്, പച്ച, പഴുത്തത്, ഉണങ്ങിയത്, ഇങ്ങനെ ഏത് അവസ്ഥയിലാണെങ്കിലും ഒരു വ്യത്യാസവും കൂടാതെ എല്ലാ ഘട്ടത്തിലും അതിന്റെ ഫലം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, ടേസ്റ്റിയുമാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് അങ്ങനെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്നുമുണ്ട്. ഈത്തപ്പനയിലാണെങ്കിൽ ഒരുപാട് ഇനങ്ങളുണ്ട്, അല്ലെ? മാർക്കറ്റുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം വെറൈറ്റികളാണ് ഈത്തപ്പഴത്തിൻ്റെതായി കാണുക. അതുപോലെ തന്നെ മറ്റുള്ള കൃഷി ഉൽപ്പന്നങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഗോതമ്പ്, നെല്ല്, ഉദാഹരണമായി പറയാം, ഇതിലൊക്കെ എത്ര ഐറ്റം വൈവിധ്യങ്ങളുണ്ട്, എത്ര തരങ്ങളാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര തരം ഭക്ഷ്യവിഭവങ്ങളാണ് കാണുക. ഒരേ അടിസ്ഥാനപരമായി ഒരേ സംഗതിയായിരിക്കും, പക്ഷെ അതുകൊണ്ട് എത്ര തരം വിഭവങ്ങളാണ്. അപ്പൊ ഒന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമതായി, കാഴ്ചയിലും ആകൃതിയിലും സാദൃശ്യം തോന്നുമെങ്കിലും രുചിയിലും ഗുണമേന്മയിലും വ്യത്യാസമുള്ള ഐറ്റംസ് അതും അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്തു. അതേപോലെ തന്നെ പരസ്പരം തീരെ സാദൃശ്യം തോന്നാത്ത പലതരം ഒലിവ് വൃക്ഷങ്ങളും മാതളച്ചെടികളും അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ചു കൊടുത്തു. മാതളപ്പഴത്തിന്റെ ഭംഗി, അതുകൊണ്ടുള്ള ഉപകാരം, ടേസ്റ്റ്, ഇതൊന്നും പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഉറുമാമ്പഴം നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെ സൈത്തെണ്ണ, അല്ലെ? ഒലീവെണ്ണ വളരെ ഫലപ്രദമായ പ്രയോജനകരമായ എണ്ണയാണ്. അതിന്റെ കായും അങ്ങനെ തന്നെ, ഒലീവിന്റെ കായും അങ്ങനെ തന്നെയാണ്. അറബ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീൻ മുതലായ വടക്കൻ അറബ് നാടുകളിലൊക്കെ പ്രചാരം നേടിയതാണത്. കറിയായി, ലേപനമായി, ഔഷധമായി, വിളക്കെണ്ണയായി ഒക്കെ ഉപയോഗപ്പെടുന്ന എണ്ണയാണ്. നമുക്ക് ആഴ്ച നോക്കാം, പിന്നെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവ الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابه وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. وهو الله الذي അവനൊരുവനാണ് അൻഷ ഉണ്ടാക്കി തന്നവൻ. അള്ളാഹു അവനാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. എന്ത്? അൻഷ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തന്നത്, പടച്ചുണ്ടാക്കിയത് അവനാണ്. എന്താ പടച്ചുണ്ടാക്കിയത്? ജന്നാത്തിൻ തോട്ടങ്ങൾ, മഅറൂശാത്തിൻ പന്തലിൽ പടർത്തപ്പെടുന്ന, പന്തലിൽ പടർത്തപ്പെടുന്ന, വഗൈറ മഅറൂശാത്തിൻ പന്തലിൽ പടർത്തപ്പെടാത്തതുമായ തോട്ടങ്ങൾ, വന്നഖ്ല ഈത്തപ്പനകളും, വസ്സറഅ മറ്റു വിളകളും, മുഖ്തലിഫൻ ഉക്കുലുഹു വ്യത്യസ്ത രുചികളുള്ള ഈത്തപ്പനകളും മറ്റു വിളകളും ധാന്യവർഗ്ഗങ്ങളും പടച്ചുണ്ടാക്കിയത് അവനാണ്. പിന്നെയോ ജൈത്തൂൻ പടച്ചുണ്ടാക്കിയതും അവൻ തന്നെയാണ്. വറുമ്മാന ഉറുമാൻ പഴവും, മുതശാബിഹൻ പരസ്പരം സാദൃശ്യമുള്ളതും, ഗൈറ മുതശാബിഹിൻ പരസ്പരം സാദൃശ്യമില്ലാത്തതുമായ ഒലിവും ഉറുമാനും പടച്ചുണ്ടാക്കിയത് അവനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു ഉണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് കുലു, നിങ്ങൾ കഴിച്ചുകൊള്ളൂ, മിൻ സമരിഹി അതിന്റെ ഫലങ്ങളിൽ നിന്ന്, ഇദാ അസ്മറ അത് കായ്ക്കുമ്പോൾ, അത് കായ്ച്ചാൽ നിങ്ങൾ അതിന്റെ ഫലങ്ങളിൽ നിന്ന് തിന്നോളൂ. വആതു നിങ്ങൾ നൽകണം, നിങ്ങൾ കൊടുക്കണം, ഹഖഹു അതിന്റെ അവകാശം, യൗമ ഹസാദിഹി അത് കൊയ്യുന്ന ദിവസം, അതിന്റെ വിളവെടുക്കുന്ന ദിവസം നിങ്ങൾ അതിന്റെ ഹക്ക് കൊടുത്തു വിട്ടുകയും വേണം. വലാ തുസ്രിഫു നിങ്ങൾ അമിത വ്യയം നടത്തരുത്. ഭക്ഷണം കഴിക്കുന്നിടത്തും ഉപയോഗിക്കുന്നിടത്തും എവിടെയായാലും അമിത വ്യയം ചെയ്യരുത്, ഒന്നും അമിതമാക്കരുത്. വലാ തുസ്രിഫു നിങ്ങൾ അമിതമാക്കരുത്. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ അല്ലാഹു തആല മുസ്രിഫീങ്ങളെ ഇഷ്ടപ്പെടുന്നവനേ അല്ല. തിന്നുന്നതിലും കൊടുക്കുന്നതിലും ഒന്നും നിങ്ങൾ അമിതമാക്കരുത്. അമിതമാക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടമല്ല. വആതു ഹഖഹു യൗമ ഹസാദിഹി അത് പറിച്ചെടുക്കുന്ന ദിവസം നിങ്ങൾ അതിന് അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞത്
ഇത് സക്കാത്തിനെ കുറിച്ചല്ല ഈ പറയുന്നത്. കാരണം സക്കാത്ത് നിർബന്ധമായത് മദീനയിൽ വെച്ച് ഹിജ്റ 2-ാം വർഷമാണ്. ഈ അധ്യായം അവതരിച്ചത് മക്കയിലാണല്ലോ. അപ്പൊ അതല്ല വിഷയം. പിന്നെ മാത്രമല്ല, സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഈ ഒരു കൽപ്പന ഐച്ഛികമായി തീർന്നു എന്നാണ്. അതായത് സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടതോടുകൂടി ഈ നിർബന്ധം ദുർബലപ്പെടുത്തപ്പെട്ടു. ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പറയുമ്പോൾ അഭിപ്രായങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ അതായത് വിളവെടുക്കുന്ന സമയത്ത് അവിടെ സാധുക്കൾ ആരെങ്കിലും വരികയാണെങ്കിൽ എന്തെങ്കിലും കൊടുത്തുവിടാം. അത് നല്ല കാര്യം തന്നെയാണല്ലോ. കൊടുക്കണമെന്ന ആ ഒരു നിബന്ധന നിർബന്ധ ബാധ്യതയായി നിലവിലില്ല എന്നത് ശരിയാണ്. പക്ഷെ എന്നാലും ആരെങ്കിലൊക്കെ അവിടെ വരികയാണെങ്കിൽ, പാവപ്പെട്ട വരികയാണെങ്കിൽ അവരെ വെറുതെ മടക്കിയാക്കേണ്ട എന്തെങ്കിലും കൊടുത്തേക്കിൽ. പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും ഈ ഒരു അഭിപ്രായമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിർബന്ധ ബാധ്യതയല്ല, സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയവും അല്ല. യൗമ ഹസാദിഹി എന്ന് പറഞ്ഞത് വിളവെടുക്കുന്ന സമയത്താണല്ലോ. അതിന്റെ വിളവും അളവും പിന്നെ ഒക്കെ ആ വിളവിന്റെ അളവും കൃത്യവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മുടെ കൈവശം വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് അന്ന് കൊടുക്കണം എന്ന് പറഞ്ഞതിന് താല്പര്യം. പണ്ട് കാലത്ത് പരിശുദ്ധ ഖുർആനിൽ വേറൊരു ആയത്തിൽ, വേറൊരു സൂറയിൽ ഒരു തോട്ടക്കാരന്റെ കഥ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അയാള് ആ തോട്ടത്തിന്റെ വിളവ് എടുക്കുന്ന ആ ദിവസം സാധുക്കളാരും അറിയരുതെന്ന്, അങ്ങനെ സാധുക്കളാരും ആ സമയത്തവിടെ വരരുത് എന്ന് കരുതിയിട്ട് രാത്രി പോയിട്ട് വിളവെടുക്കാൻ തീരുമാനിച്ചു. പകരായ ആൾക്കാരെ വന്ന് അങ്ങനെ കൊടുക്കേണ്ടതില്ലേ? അങ്ങനെ അയാൾ രാത്രി പോയിട്ട് വിളവെടുക്കാൻ വേണ്ടി തോട്ടത്തിൽ ചെന്ന് നോക്കിയപ്പോ അള്ളാഹുവിന്റെ തീരുമാനം വ്യക്തമായിരുന്നു. അള്ളാഹു അത് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖലമിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. സാധുക്കൾക്കൊന്നും കൊടുക്കാതെ രക്ഷപ്പെടാൻ നോക്കിയതിന്റെ ശിക്ഷയാണ് അയാൾ അനുഭവിച്ചത്. അതുപോലെ തന്നെ അനന്തരാവകാശ സ്വത്തുക്കൾ ഓഹരി ചെയ്യുന്ന സമയത്ത് അവകാശമില്ലാത്ത കുടുംബക്കാരോ അനാഥകളോ സാധുക്കളോ ആരെങ്കിലും ആ സദസ്സിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുകയോ നല്ല വാക്ക് പറഞ്ഞു വിടുകയും ചെയ്യണം. അത് അല്ലാഹു തആല സൂറത്തുൻ നിസാ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞിരുന്നു. നമ്മളത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. വലാ തുസ്രിഫു എന്ന് പറഞ്ഞ ആ ആഹ്വാനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം ഉപയോഗത്തിലായാലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഇസ്രാഫ് പാടില്ല. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അമിതവ്യയം. അത് വലിയൊരു വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നിരവധി സ്ഥലങ്ങളിൽ അത് കണിശമായി നിരോധിച്ച വിഷയമാണ്. അള്ളാഹുവിന് അത്രക്കാരിഷ്ടല്ല. ഇവിടെയും ആവർത്തിച്ച് അള്ളാഹു തആല വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞ ഈ അമിതവ്യയം അത് എല്ലാറ്റിലുമാവാം, ഭക്ഷണത്തിന്റെ കാര്യത്തിലാവാം. ഒരഭിപ്രായം അതാണ്. മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ അനിവാര്യമാണല്ലോ ഭക്ഷണ പാനീയങ്ങളൊക്കെ. പക്ഷെ അത് ആവശ്യത്തിലധികമായാൽ പലതരത്തിലുള്ള വിഷമങ്ങളോ രോഗങ്ങളോ ഉണ്ടാവും. അതുകൊണ്ട് അതിര് കവിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കരുത്. അതാണ് നിരോധനം വരാൻ കാരണം. അതേസമയം മുഴുവൻ കാര്യങ്ങളിലും നിങ്ങൾ അതിര് വിട്ട് പ്രവർത്തിക്കരുത്. അത് എല്ലായിടത്തും ബഹുമാന്യരായ മുഫസ്സിരിങ്ങൾ അങ്ങനെയാണ് ഈ ആയത്ത് പലരും തഫ്സീർ ചെയ്തത്. എല്ലാ മേഖലകളിലും നമ്മളും ശ്രദ്ധിക്കുക. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പണി നമ്മൾ ചെയ്യാൻ നിൽക്കണം. വേറൊരു സ്ഥലത്ത് സൂറത്തുൽ ഇസ്രായിൽ 26, 27 ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വലാ തുബസ്സിർ തബ്ദീറ ഇന്നൽ മുബസ്സിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. അമിതവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. പിശാചിന്റെ ഏട്ടനാണ് അർത്ഥം. പണിക്ക് നിൽക്കണ്ട. ശരിയായ മുഅ്മിന്റെ സ്വഭാവം മിതവ്യയമാണ് എന്നാണ്. അധികമല്ല, പിശുക്കുമില്ല. സൂറത്തുൽ ഫുർഖാനിൽ 67 വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവ് ചെയ്യുന്ന സമയത്ത് അമിതമാക്കുകയില്ല, പിശുക്ക് കാട്ടുകയില്ല. മധ്യമ നിലപാട് സ്വീകരിക്കുന്നതാണ്. അതേപോലെ കൊടുക്കുന്ന സമയത്തും കയ്യയച്ച് അങ്ങനെ അങ്ങ് കൊടുക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇസ്രായിൽ. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മറൂമൻ മഹ്സൂറ. ഒട്ടും ലുബ്ധത കാണിക്കരുത്, ദൂർത്ത് അടിക്കുകയും അരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ആക്ഷേപിക്കപ്പെട്ടവനും കൈവലഞ്ഞവനുമായിരിക്കേണ്ടി വരും. എന്തിനും മിതവ്യയം പാലിക്കുക എന്നതാണ് മുഅ്മിനിന്റെ രീതി എന്നർത്ഥം. മറ്റേ പിശുക്കാൻ പാടില്ല, എന്നാല് ആവശ്യമോ സന്ദർഭങ്ങളോ കാര്യമോ ഗുണമോ നോക്കാതെ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാനും പാടില്ല. ഒന്നും അമിതമാകരുത്. ഭക്ഷണം മാത്രമല്ല, നമ്മളൊക്കെ അറിയാതെയാണെങ്കിലും പല കാര്യങ്ങളും ദൂർത്ത് ചെയ്യുന്ന ആളുകളാണ്. ആകെ നമ്മൾ കൃത്യത പാലിക്കുന്നത് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ അളന്നും മുറിച്ച് കൃത്യം കൊടുക്കുള്ളൂ. ഇങ്ങോട്ട് പോരുന്നോടത്തോളം പോരട്ടെ, അവിടെ അളവും കൃത്യത്വമില്ല. ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ ദൂർത്ത് കാണിക്കുന്നത്. കുറെ ഉറങ്ങുന്നത് അതൊരു തരം ദൂർത്താണ്. കുറെ ഉറക്കം ഒഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്.
വെള്ളം ഉപയോഗിക്കുമ്പോൾ പല ആളുകൾക്കുമുള്ള സ്വഭാവമാണ് ധൂർത്ത്. വധു എടുക്കുമ്പോൾ എത്ര വെള്ളം ഉപയോഗിക്കാം, ബ്രഷ് ചെയ്യുമ്പോൾ എത്ര വെള്ളം ഉപയോഗിക്കാം. ബ്രഷൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പൈപ്പ് തുറന്നിടാം, വധു ചെയ്യുന്ന സമയത്ത് അങ്ങനെ തുറന്നിടാം. AC-യും ഫാനും ലൈറ്റും ഒക്കെ അങ്ങനെ ഓണാക്കിയിടാം. കറണ്ട് അങ്ങനെ പോവാം. പൈസയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ആർഭാടങ്ങളെക്കുറിച്ചോ പിന്നെ പറയും വേണ്ട. പുതിയ എന്തെങ്കിലും മോഡൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അത് വാങ്ങും. ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കൂല. പുതിയ മോഡലാണ് വാങ്ങും. അത് കടം വാങ്ങിയിട്ടാണെങ്കിലും വാങ്ങുന്ന പ്രവണത ഇതൊന്നും വല്ലാതെ കണ്ടുവരുന്നു. പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകൾ, അതും ബ്രാൻഡഡ് ആയിരിക്കണം, വില കൂടിയതായിരിക്കണം. അത് പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം വാങ്ങുമ്പോൾ അപ്പോഴാണ് ഈ പ്രശ്നമാകുന്നത്. അല്ല, ഒരാൾക്ക് കാശുണ്ട്, അയാൾക്ക് ആവശ്യമുണ്ട്, അയാൾ വാങ്ങുന്നതിന് ഒരു വിരോധമല്ല. പൊങ്ങച്ചത്തിനോ കടം വാങ്ങിയിട്ടോ മറ്റോ ഒക്കെ ചെയ്യുന്നത് ഇസ്രാഫ് തന്നെയാണ്. അത് മൊബൈലാവട്ടെ, ഡ്രസ്സുകളാവട്ടെ, മറ്റു സാമഗ്രികളാവട്ടെ. പണ്ട് കാലത്തൊക്കെ ആളുകൾ ഡ്രസ്സ്, ആഭരണങ്ങളൊക്കെ കടം വാങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോ ആവശ്യമില്ല, ഉള്ളത് തന്നെ ഇടാനോ ഉപയോഗിക്കാനോ അണിയാനോ സമയമില്ല. അലമാരക്കുള്ളിൽ വെറുതെ വെച്ചിരിക്കുക. എന്താ ഇടേണ്ടത് എന്ന് കൺഫ്യൂഷനാണ്. ഓരോ ഡ്രസ്സിനനുസരിച്ച് കളറുള്ള ചെരുപ്പ്, ബാഗ്, മറ്റു സംഗതികളും ഒക്കെ ഇങ്ങനെ ഓരോ ജോഡികളാണ്. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അണിയാൻ കൺഫ്യൂഷനാണ്, സാധനങ്ങൾ കൂടിയിട്ട്. അപ്പോ മിതവ്യയം ശീലിക്കണം. ആവശ്യത്തിലധികം ചെലവാക്കൽ മാത്രമല്ല, ആവശ്യമില്ലാത്തിടത്ത് ചെലവാക്കലും തബ്ദീറാണ്, ഇസ്രാഫാണ് എന്ന് മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമില്ലാത്തിടത്ത് പൈസ ചെലവാക്കും, ആവശ്യത്തിലധികം ചെലവാക്കൽ മാത്രമല്ല. ആകട്ടെ, നമ്മളിവിടെ പല പഴങ്ങളെക്കുറിച്ചും പറഞ്ഞു അല്ലേ. സാന്ദർഭികമായി പറയട്ടെ, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഭക്ഷണങ്ങൾ, പഴങ്ങൾ, ഐറ്റംസ് നമ്മൾ പ്രത്യേകമായി കഴിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഒന്നും ടേസ്റ്റ് എനിക്ക് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. അള്ളാഹു പറഞ്ഞതല്ലേ. ആദ്യം പറഞ്ഞത് ഏതാണ്? ആദ്യം സ്പെസിഫിക് ആയി പറഞ്ഞത് ഈത്തപ്പനയെ കുറിച്ചാണ്. ഈത്തപ്പഴം. ഈത്തപ്പനയിൽ നിന്നാണല്ലോ ഈത്തപ്പഴം ഉണ്ടാവുന്നത്. ഈത്തപ്പഴത്തിന്റെ ഗുണം പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? നോമ്പ് തുറക്കുമ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കാനാണ് പറഞ്ഞത്. എന്തേ? പെട്ടെന്ന് ശരീരത്തിലേക്ക് ഇത് അബ്സോർബ് ചെയ്യപ്പെടും, ക്ഷീണവും വിളർച്ചയും പെട്ടെന്ന് മാറും. ഒരുപാട് ഗുണങ്ങളുള്ള പഴമാണ്. സൗകര്യം കിട്ടുന്ന ആളുകളൊക്കെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഈത്തപ്പന നഹ്ല് എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ മരത്തെക്കുറിച്ച് തന്നെയാണ് അല്ലാഹു തആല അങ്ങനെ പ്രയോഗിച്ചത്. ഈ മരം മുഅ്മിനായ മനുഷ്യനെ പോലെയാണ് എന്ന് ഹദീസിലുണ്ട്. മസലുഹാ കമസലിൽ മുഅ്മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് ഒരു കടങ്കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവരോട് ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ മറുപടി പറയുമോ? ഒരു മരമുണ്ട്, ആ മരം അതിന്റെ ഇല കൊഴിയുകയില്ല. അതിന്റെ ഉദാഹരണം മുഅ്മിനിനെ പോലെയാണ് ആ മരം. വഇന്നഹാ മസലുൽ മുസ്ലിമി, ആ മരം മുസ്ലിമിനെ പോലെയാണ്. അപ്പൊ ആളുകൾ ഇങ്ങനെ ആലോചിച്ചു പലതും, അതേക്കാരം ഇതേക്കാരം പലതും പറഞ്ഞു നോക്കി. ആർക്കും മറുപടി കിട്ടുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു മകൻ അബ്ദുള്ള എന്നവരുടെ മനസ്സിൽ റളിയല്ലാഹു അൻഹു അങ്ങനെ തോന്നി അത് ഈത്തപ്പനയായിരിക്കും എന്ന്. പക്ഷേ ആ സദസ്സിൽ തന്നേക്കാൾ പ്രായമുള്ള തന്റെ വാപ്പുണ്ട്, മഹാന്മാരായ സ്വഹാബത്തുണ്ട്, എല്ലാറ്റിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. അവരൊക്കെ ഇരിക്കെ ഈ ഒരു കുട്ടിയായ ഞാൻ എങ്ങനെയാണ് അതിന് മറുപടി പറയാ എന്ന് നാണം തോന്നിയത് കൊണ്ട് അത് പറയാതിരുന്നു എന്നാണ്. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം പറഞ്ഞത് ഹിയ നഖ്ല, അത് ഈത്തപ്പനയാണ്. എന്നിട്ട് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറയുന്നുണ്ട്, എനിക്ക് അതിന്റെ ഉത്തരം അറിയായിരുന്നു വാപ്പാന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ആ സദസ്സിൽ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എത്ര അഭിമാനമായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം വന്ന് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഇന്നലെ ചോദിച്ചപ്പോഴേ എന്റെ മോൻ അതിന്റെ മറുപടി അറിയാമായിരുന്നു. നിങ്ങളൊക്കെ ആ സദസ്സിലുള്ളത് കൊണ്ട്, ഞാനും വലിയ ആൾക്കാരൊക്കെ ആ സദസ്സിലുള്ളത് കൊണ്ട് പിന്നെ അവൻ പറയാതിരുന്നതാണ് മടി കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു എന്നാണ്. എന്താ ഇതിന്റെ അർത്ഥം? അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതാണ് മര്യാദ. മകൻ കാണിച്ചത് മര്യാദയാണെന്ന് സമ്മതിച്ചു അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈത്തപ്പന കുറച്ച് വെള്ളം മതി അത് വളരാൻ. ഏറ്റവും കൂടുതൽ ഡീഹൈഡ്രേഷൻ നടക്കുന്ന ഗൾഫ് നാടുകൾ പോലെയുള്ള സ്ഥലത്താണ് അത് വളരുന്നത്. എന്നിട്ടോ നല്ല മധുരമുള്ള ഉപകാരപ്രദമായ പഴം നൽകുന്നു. മുഅ്മിനായ മനുഷ്യനും അങ്ങനെയാണ്. ശരിയായ മുഅ്മിനിൽ നിന്ന് നന്മകളെ പ്രസരിക്കൂ. അതുപോലെ തന്നെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഈ ഉദാഹരണവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈത്തപ്പഴം വളരുന്നത് കടുത്ത ചൂടിലാണ്, എന്നിട്ടാണ് മധുരമുള്ള ഈത്തപ്പഴം പുറത്തേക്ക് തരുന്നത്. അതുപോലെയാണ് മുഅ്മിൻ. കടുത്ത പരീക്ഷണങ്ങളിലാണ് ചിലപ്പോൾ മുഅ്മിൻ ജീവിക്കേണ്ടി വരിക, എന്നാലും നല്ലതേ അവന്റെ അടുത്ത് നിന്നുണ്ടാവൂ.
ശരി, പിന്നെ അല്ലാഹു തആല പറഞ്ഞത് സൈത്തൂനിനെ കുറിച്ചാണ്. വസ്സൈത്തൂൻ, സൂറത്ത് തീൻ തുടങ്ങുന്നത് തന്നെ തീനും സൈത്തൂനും പറഞ്ഞാണല്ലേ. വത്തീനി വസ്സൈത്തൂൻ, അത്തിപ്പഴവും ഒലിവും. അത്തിപ്പഴം എന്നത് സ്വർഗത്തിന്റെ പഴമാണ്. അത്തീൻ മിൻ സമരിൽ ജന്ന, ഒരുപാട് ഉപകാരമുള്ള പഴം. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഉപകരിക്കും. കഫസംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. ഒലിവും അങ്ങനെ തന്നെയാണ്. വലിയ ഔഷധ ഗുണങ്ങളാണ് എല്ലാറ്റിനും. ശരീരത്തിന് വേണ്ട പല ഘടകങ്ങൾ അടങ്ങിയ ഐറ്റങ്ങളാണ് ഇതൊക്കെ. ടേസ്റ്റ് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കരുത് നമ്മൾ. ജൈത്തൂൻ, ഒലിവെണ്ണ, ഇതൊക്കെ ആരോഗ്യകരമായ എണ്ണകളുടെ കാര്യമെടുത്താൽ മുൻപന്തിയിൽ നിൽക്കുന്ന എണ്ണയാണ് ഒലിവ് ഓയിൽ. ദിവസവും 1 ടീസ്പൂൺ വീതമെങ്കിലും കഴിക്കുക എന്നത് ശരീരത്തിന് പല ഗുണങ്ങളും നൽകും എന്നതാണ് വാസ്തവം. ഹൃദയത്തിന്റെ ആരോഗ്യം, ക്യാൻസർ, പ്രമേഹ സാധ്യത, തടി കുറക്കാൻ, വയറ് കുറക്കാൻ, തലച്ചോറിന്റെ ആരോഗ്യം, എല്ലുകളുടെ ആരോഗ്യം, ലൈംഗിക ശേഷി, ഉദ്ധാരണ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതിനും ഈ എണ്ണ ഒഴിവാക്കുകയല്ല വേണ്ടത്, ദിവസവും അല്പമെങ്കിലും കഴിക്കുകയാണ് വേണ്ടത്. എല്ലാ സംഗതികളും നമ്മൾ ടേസ്റ്റിംഗ് ആയിട്ടാണ് കഴിക്കുന്നത്. അല്ലല്ലോ, ഇത് അല്ലാഹു തആല പറഞ്ഞതാണ് എന്ന് കരുതി പ്രത്യേകം നമ്മൾ കഴിക്കുക. ഈ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. റബ്ബ് പറഞ്ഞത് കൊണ്ടാണ് എന്ന് കരുതുമ്പോൾ അതിന് പ്രത്യേക പ്രതിഫലവും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടൂലേ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. പിന്നെ നമ്മൾ പറഞ്ഞത് റുമ്മാനാണ്. വസ്സൈത്തൂന വറുമ്മാൻ, മാതള നാരകം അല്ലെങ്കിൽ അനാർക്കലി എന്നൊക്കെ പറയുന്ന ഉറുമാൻ പഴം. ഔഷധ സമൃദ്ധമാണത്, പോഷക സമ്പുഷ്ടമായ ഫലമാണത്. മാതളം എന്നൊക്കെ പറയുന്നത് അല്ലെ ഉറുമാൻ പഴം. നമ്മുടെ പുരാതനമായ ഭാരതത്തിലെ ആയുർവേദ ആചാര്യന്മാർ ഈ ഒരു പഴം ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ഫലമായി വിശ്വസിപ്പിച്ചിരുന്നു എന്നാണ്. യുനാനി വൈദ്യത്തിൽ ഇത് ആമാശയവീക്കത്തിനും ഹൃദയ സംബന്ധമായ വേദനക്കുമൊക്കെ അതൊക്കെ മാറാൻ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിന്റെ തൊലി, കായ, ഇല, പൂവ് എല്ലാം തന്നെ ഔഷധ യോഗ്യങ്ങളായ ഭാഗങ്ങളാണ്. വയറ്റിലുണ്ടാവുന്ന വിരയെ നശിപ്പിക്കാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ ഫലവത്താണ്. തളർച്ച, അതേപോലെ തന്നെ വെള്ളത്തിനുള്ള ദാഹം, ഇതൊക്കെ ശമിപ്പിക്കും. ഒരുപാട് ഗുണങ്ങൾ. അപ്പൊ നമ്മൾ എല്ലാം കഴിക്കുക, പ്രത്യേകിച്ച് അല്ലാഹു തആല പറഞ്ഞ സാധനങ്ങൾ. അടുത്ത ആയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 142-ാമത്തെ ആയത്ത്. അറബികളുടെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് 141-ൽ നമ്മൾ പറഞ്ഞത്. ഇനി 142-ൽ പ്രധാനപ്പെട്ട കാലി സമ്പത്തുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലെ വൈവിധ്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ആട്, മാട്, ഒട്ടകങ്ങൾ. ഇത്തരം കാലികളിൽ 2 ഐറ്റം ഉണ്ട്. ഭാരം ചുമക്കാൻ പറ്റുന്നവയുണ്ട്, അതിനെ പറ്റാത്തവയുമുണ്ട്. ഭക്ഷണം, വാഹനം, രോമം മുതലായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നവയും ഉണ്ട്. നോക്കൂ ആയത്ത് 142. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമനൽ അൻആമി ഹമൂലതൻ വഫർശ കുലു മിമ്മാ റസഖകുമുല്ലാഹു വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അമനൽ അൻആമി, കാലികളിൽ നിന്ന് അവൻ പടച്ചു തന്നു നിങ്ങൾക്ക്. നേരത്തെ പറഞ്ഞ അൻഷ അവിടേക്കാണ്. കാലികളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് പടച്ചു തന്നു. ഹമൂലതൻ, ഭാരം ചുമക്കാൻ പറ്റുന്നവയെ, വലിയ ഒട്ടകങ്ങളെ പോലെ ഭാരം ചുമക്കാൻ പറ്റുന്നവയെ. ഹമൂലത്ത് എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കാൻ പറ്റുന്നവ. വഫർഷൻ, ഭാരം ചുമക്കാൻ പറ്റാത്തവയെയും, ആടിനെയൊക്കെ പോലെ ഭാരം ചുമക്കാൻ പറ്റാത്തവയും അവൻ പടച്ചു തന്നു. അതുകൊണ്ട് കുലു, നിങ്ങൾ കഴിച്ചോളൂ. മിമ്മാ റസഖകുമുല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുതേ. ഖുതുവാതിശ് ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുതേ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് നിശ്ചയമായും വ്യക്തമായ ശത്രുവാണ്, പ്രത്യക്ഷ ശത്രു തന്നെയാണ്. വമിനൽ അൻആമി ഹമൂലതൻ വഫർശ. ഹമൂല എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കാൻ പറ്റുന്നത്. ഫർശ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. വിരിപ്പാക്കപ്പെട്ടത് എന്നാണ് ശരിക്ക് വാക്കർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ പറയാം. വിരിപ്പ്, ഫിറാശ് എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ്. വിരിപ്പാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ വാഹനമായി ഉപയോഗിക്കപ്പെടുന്നത്, അറുക്കാൻ നിലത്ത് കിടത്തപ്പെടുന്നത്, അറുത്തു തിന്നാൻ വേണ്ടി വളർത്തപ്പെടുന്നത്, രോമം എടുത്ത് വിരിപ്പാക്കുന്നത്, ചെറിയ തരം മൃഗങ്ങൾ, ഇങ്ങനെയൊക്കെ അതിന് തഫ്സീറുകളുണ്ട്. അതുപോലെ ചെറിയ തരം മരങ്ങൾക്കും ഞാറുപോലെ പരന്നു നിൽക്കുന്ന സസ്യങ്ങൾക്കും വിറകിന്റെ ചെറിയ ചുള്ളികൾക്കും മരുഭൂമിക്കും ചില്ലറ വീട്ടുപകരണങ്ങൾക്കും ആ വാക്ക് ഉപയോഗിക്കപ്പെടും എന്ന് ഡിക്ഷണറിയിലൊക്കെ കാണുകയും ചെയ്യും.
എല്ലാറ്റിലും തന്നെ അതിന് സാക്ഷാൽ ഭാഷാർത്ഥമായ വിരിപ്പ് എന്നൊരർത്ഥം പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് ഉള്ളിലൂടെ നോക്കിയാൽ മനസ്സിലാവും. ഭാരം വഹിക്കാൻ ഉതകുന്ന മൃഗങ്ങൾ അത് വലുതായിരിക്കുമല്ലോ, അതിനാണ് ഹമൂലത്ത് എന്ന് പറഞ്ഞത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫർഷ് എന്ന പദം ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. ആ ഒരു വസ്തുത പരിഗണിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ അർത്ഥങ്ങളിൽ പൊതുവെ ചെറുപ്പം കൂടി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ചെറുതരം മൃഗങ്ങൾ എന്നതിന് തഫ്സീർ പറഞ്ഞത്. ഭാരം വഹിക്കാൻ കഴിയാത്ത ചെറിയ തരം മൃഗങ്ങൾ, അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ മലയാളത്തിൽ അതിന് കറക്റ്റായി ഫിറ്റാകുന്ന ഒരു പദം മലയാള ഭാഷയിൽ ഇല്ല. അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. തോട്ടങ്ങളെയും കൃഷികളെയും സംബന്ധിച്ച് പറഞ്ഞ ശേഷം ആദ്യത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞത് കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ എന്ന 141 പറഞ്ഞത്. അതിന് കായ് ഉണ്ടാവുമ്പോൾ, കായ്ക്കുമ്പോൾ നിങ്ങൾ തിന്നോളൂ. കാലികളെ കുറിച്ച് പറഞ്ഞ ശേഷം കുലൂ മിമ്മാ റസഖകുമുല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് തിന്നുകൊള്ളൂ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ചു തന്നതാണ്. പഴങ്ങൾ നിങ്ങൾ തിന്നോളൂ, മറ്റേത് നിങ്ങൾ അതും തിന്നോളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കി തന്നതാണ്. കൃത്രിമ ദൈവങ്ങളെ സങ്കല്പിച്ച് അവർക്കായി നീക്കി വെക്കാനോ അതിനൊന്നുമല്ല, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി തന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് അക്രമമാണ്, നന്ദികേടാണ്. ആ ഒരു സൂചനയാണ് നിങ്ങളത് തിന്നോളൂ, പാകമാകുമ്പോ ഞാൻ തന്നാൽ നിങ്ങൾ തിന്നോളൂ എന്നൊക്കെ പറഞ്ഞതിലുള്ളത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാഹു ഹറാമാക്കാത്തത് ഹറാമാണെന്ന് പറയുന്ന പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. സത്യത്തിൽ മുശ്രിക്കീങ്ങൾ ഈ കാലികളെ അല്ലെങ്കിൽ ചില ഐറ്റംസിനെ നിരോധിച്ചു നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹു ഹലാലാക്കിയതിനെ അവർ നിരോധിച്ചു. ആ പണി പിശാചിന്റെ കാലടികൾ പിൻപറ്റലാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെങ്ങനെ നിരോധിക്കുന്നത് പിശാചിന്റെ കാലടികൾ പിൻപറ്റിയത് കൊണ്ടാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ അപേക്ഷിച്ച് കാലികളുടെ വിഷയത്തിലാണ് മുശ്രിക്കീങ്ങൾ കൂടുതൽ ദുരാചാരങ്ങളും ശിർക്കും മറ്റും സ്വീകരിച്ചു വന്നിരുന്നത്. മാത്രവുമല്ല, കൃഷിയിൽ നിന്നുള്ള വരുമാനം ചില പ്രത്യേക കാലങ്ങൾ മാത്രമല്ല ഉണ്ടാവുള്ളൂ. കാലികളുടെ വരുമാനം ഉപയോഗം എല്ലാ കാലത്തും നടക്കുന്നതാണ്. അതുകൊണ്ടാണ് കാലികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് തിന്നുകൊള്ളൂ എന്ന് പറഞ്ഞ് മതിയാക്കാതെ പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിൻപറ്റരുത് എന്നുകൂടി ചേർത്ത് പറഞ്ഞത്. കാരണം കാലികളെ എപ്പോഴും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പഴങ്ങളോ ധാന്യങ്ങളോ അങ്ങനെയല്ല, ചില കാലങ്ങളിലേ ഉണ്ടാവുള്ളൂ. കാലികൾ അങ്ങനെയല്ല, എപ്പോഴും ഏത് സമയവും അതിന്റെ വരുമാനം അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ ഉപയോഗിക്കാതെ അതൊക്കെ ചിലത് നിഷിദ്ധമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് പിശാചിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത് എന്ന് പ്രത്യേകമായി ഉണർത്തി. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹ് അമലായി സ്വീകരിക്കണം തമ്പുരാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഇസ്രാഫ് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഞങ്ങളെ പെടുത്തരുത് തമ്പുരാനെ. ഞങ്ങളെ തെറ്റുകൾ പൊറുക്കാൻ റഹ്മാനെ, മാതാപിതാക്കൾക്ക് പൊറുക്കാൻ, ഉസ്താദുമാർക്ക് പൊറുക്കാൻ, ഞങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവർക്കും പുറത്തു കൊടുക്കണം അള്ളാഹ്. എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കാൻ തമ്പുരാൻ ഞങ്ങളെ ആഖിറത്ത് നന്നാക്കാൻ റബ്ബേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب تراهم وجل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.